ഇത് അഹങ്കാരത്തിന്, ധിക്കാരത്തിന്, ധാർഷ്ട്യത്തിന് ഇതിനെല്ലാം കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. ആര് ജനപ്രതിനിധി ആയാലും അതുപോലെ തന്നെ ഭരണാധികാരികളാണെങ്കിലും ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ ഇതുപോലെ ഇരിക്കും. ഒരു പക്ഷേ ഇന്ത്യയിൽ നാളെ മുതൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പാവപ്പെട്ട സാധാരണക്കാരോട് കാണിച്ച അനീതിക്കെതിരായി അതിശക്തമായ പ്രതികരണമാണ് കേരളത്തിലുടനീളം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലുണ്ടായി. പാലക്കാട് ജില്ലയിൽ 1-2 സീറ്റുകൾ ഞങ്ങളെ കണക്കൂട്ടൽ ചെറുതായി തെറ്റിയത്. പക്ഷെ വലിയൊരു മുന്നേറ്റം വോട്ടിൻ്റെയൊക്കെ അടിസ്ഥാനം കഴിഞ്ഞ തവണ 25,000, 30,000, 35,000 വോട്ടിനൊക്കെ ജയിച്ച മണ്ഡലങ്ങളിൽ ഇന്ന് 5,000, 4,000, 3,000 ഒക്കെ വോട്ടിന് ജയിക്കേണ്ട ഒരവസ്ഥ ആർക്ക് വന്നു? LDFന് വന്നു, CPMന് വന്നു. അവർ ഈ ജനവിധിയെ മാനിക്കണം, ഇത് തിരിച്ചറിയണം. ജനങ്ങളോട് വെല്ലുവിളി കാണിച്ചാൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥ ഉണ്ടായാൽ ജനാധിപത്യത്തിൽ കണക്കറ്റ് ശിക്ഷ കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ജനവിധി. പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് 2-ൽ നിന്നും സീറ്റ് ഇത്ര എണ്ണം ഉയർത്താൻ കഴിഞ്ഞത് ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. അതുപോലെ തന്നെയാണ് ജനദ്രോഹ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയും നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ 14 ജില്ലയിൽ നിന്നും മന്ത്രി വരാനുള്ള സാധ്യതയുണ്ട്. അത് UDF തീരുമാനിക്കും. ഈ ഗവൺമെന്റിൽ ഉറപ്പായിട്ടും വനിതാ മന്ത്രി ഉണ്ടാവും. ഈ ജില്ലയിൽ നിന്നുണ്ടാകുമോ, എറണാകുളത്തുണ്ടാവോ, തിരുവനന്തപുരത്തുണ്ടാവുമെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അതെ, 2 മന്ത്രിമാർ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ ഇത് ഭരണവിരുദ്ധ വികാരമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് LDF, CPM ഒക്കെ ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങൾ പലരും അതൊക്കെ പ്രചരിപ്പിച്ചു. ഇപ്പം യാഥാർത്ഥ്യം എന്തായി? നിങ്ങൾ നടത്തിയ പല സർവേകളും ഈ കോങ്ങാടൊക്കെ നിങ്ങൾ എന്താ ആ തോൽവിയുടെ കണക്ക് കൂട്ടാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ശതമാന വ്യത്യാസമാണ് നിങ്ങൾ പറഞ്ഞത്. തുടക്കം മുതൽ ഈ മണ്ഡലമൊന്നും നിങ്ങളുടെ കണ്ണിലേ പെട്ടിട്ടില്ല. നിങ്ങളുടെ കണ്ണിൽ പെടാത്തതുകൊണ്ടും വലിയ വിവാദങ്ങൾ നിങ്ങളില്ലാത്തതുകൊണ്ടും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ്. പാലക്കാട് നിങ്ങളെന്നല്ല പൊതുവെ പാലക്കാട് വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. ഞാൻ അന്നും പറഞ്ഞു 10,000 വോട്ടിൻ്റെ ഇന്നലെയും കൂടിയും 24 മണിക്കൂർ മുമ്പ് നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനോട് അടുത്ത് നല്ല തിളക്കമാർന്ന ഒരു പിന്തുണ കിട്ടും എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി. പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്ന ജനപ്രതികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അല്ല, കോങ്ങാട് ജയിക്കുമെന്നല്ലേ പറഞ്ഞു. ഭൂരിപക്ഷം എത്രയാണെന്ന് നമ്മൾ പ്രവചിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ 10%, 8% പറകില്ലെന്ന് പറഞ്ഞാൽ 15,000, 20,000 വോട്ടിന് തോൽക്കേണ്ടതല്ലേ? കഴിഞ്ഞ തവണ 27,000 വോട്ടിന് തോറ്റ ഒരു മണ്ഡലത്തിലാണ് ഇത്തവണ 3,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. അപ്പം 30,000-ൻ്റെ എഫക്റ്റാണ്. അതും കൂടെ നിങ്ങളൊന്ന് ചാനലിൽ കൊടുക്കണം. ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയാണ്. ചില ചാനൽ പറഞ്ഞു ഞങ്ങളുടെ സർവേ എക്സിറ്റ് പോള് എക്സാക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് കണ്ടു. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളെ തെറ്റിയ കണക്കുകൾ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്നും കൂടെ പറയണം. ഇത് ജയിച്ചു കഴിഞ്ഞാൽ പറയും അത് ഇന്ന ചാനലിൻ്റെ മിടുക്കാന്ന്, തോറ്റു കഴിഞ്ഞാൽ പറയും അല്ലെങ്കിൽ കണക്കുകൂടൽ തെറ്റിയാൽ നിങ്ങൾ പറയും അത് ഞങ്ങളുടെ ഏജൻസിക്ക് പറ്റിയ കുഴപ്പമാണ്. അതൊന്ന് തിരുത്താൻ ചാനലുകാർ തയ്യാറാകണം. നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വിമർശനാത്മകമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഒരു വർഗീയ കാറ്റ് വീശുമ്പോൾ തീർച്ചയായിട്ടും അതിനെ തടയാൻ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്, പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അചഞ്ചലമായി പാലക്കാട് കോട്ട UDFൻ്റെതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിയും സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ആ പാർട്ടിയുടെ ചിഹ്നമായിരിക്കും. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. UDF പിന്തുണച്ചതാണ്. ഒരു പക്ഷേ ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന നിരവധി ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനത്തിൽ കുറവൊന്നുമില്ല. പക്ഷേ പ്രതീക്ഷിച്ച അത്ര അത് സക്സസ് ആയിട്ടില്ല. എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കണമെന്നില്ലല്ലോ. പക്ഷെ ഞങ്ങൾ എതിർപ്പാളിൽ നിന്ന് വരുന്നവരെ അതിപ്പോൾ കേരളത്തിൽ നിങ്ങൾ കണ്ടു, സുധാകരൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയൊക്കെ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ആ നീതിക്ക് വേണ്ടി അതുപോലെ തന്നെ ന്യായത്തിന് വേണ്ടി ആ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചവർക്ക് അവരെ പരിഗണിക്കുന്നില്ല, അവരെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു എന്നുള്ളതിന് കേരള സമൂഹം ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ CPMൻ്റെ ധാർഷ്ട്യത്തിനുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ്.
ഏകാധിപത്യ പ്രവണതയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ ഏറ്റവും കണക്കറ്റ ശിക്ഷയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇനി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ്റും ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് CPM മുന്നോട്ട് പോകട്ടെ. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇല്ലാതാകുകയാണ്. ഇനി അടുത്ത PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ കുട്ടികൾക്ക് ഒരു 10 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് പറയാം. ആകെ ഇനി പിണറായി വിജയനെ കൊണ്ടുള്ള ഗുണം ഭാവിയിൽ PSC പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈ ചോദ്യം വന്നാൽ കിട്ടുന്ന 10 മാർക്കാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു പുതിയ ഒരു സംസ്കാരം നമ്മുടെ കേരളം പടുത്തുയർത്തിയിരിക്കുന്നു. ഇന്ത്യയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര കക്ഷികൾക്കേ കഴിയൂ എന്നും കേരളത്തിലെ ഈ ജനവിധി തെളിയിക്കുകയാണ്. ബിജെപിയിൽ നിന്ന് വന്ന അങ്ങുൾപ്പെടെ പരിശ്രമിച്ചു കൊണ്ടുവന്ന സന്ദീപ് വാര്യറും വിജയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ജനാധിപത്യ മതേതരത്വം നിലനിർത്താൻ വേണ്ടി അതിനുവേണ്ടി പോരാടുന്നവരാണ് കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും. ഒരിക്കലും അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ കൂടെ പോകുന്ന ആളുകളല്ല. ഞങ്ങൾ മറ്റു പാർട്ടിയിലെ ജനാധിപത്യ വിരുദ്ധതയെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ്. അവിടുത്തെ സ്വേച്ഛാധിപത്യത്തെ എതിർക്കുന്നവരാണ്. ആ ജനാധിപത്യ വിരുദ്ധത ഉയർത്തി കാണിച്ചുകൊണ്ട് നയവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്നവരെ സ്വീകരിച്ചാൽ അത് ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സ്ഥാനാർത്ഥികളുടെയൊക്കെ വിജയം.